യെസ്, ശബരിമലയിൽ ഇന്നും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ലക്ഷം ഭക്തരാണ് അയ്യനെ കാണാനായി ഒഴുകിയെത്തുന്നത്. 12 മണിക്കൂർ വരെയാണ് ഭക്തർ ദർശനത്തിനായി കാത്തു നിൽക്കുന്നത്. 18ാം പടി കയറുന്നത് മിനിറ്റിൽ 65 പേരാണ്. സ്പോട്ട് ബുക്കിംഗ് 5000 ആക്കുന്നതോടുകൂടി തീർത്ഥാടകർ മണിക്കൂറുകൾ വീണ്ടും കാത്തു നിൽക്കേണ്ടി വരും എന്നൊരു സാഹചര്യം കൂടി ഉണ്ട് നിലവിൽ. വിവരങ്ങൾ നൽകുകയാണ് സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂരും ഒപ്പം വലിയ നടപ്പത്തിൽ നിന്ന് മിഥുൻ മുരളിയും. സ്വാമി ശരണം അരുൺ കൊടുങ്ങൂർ, ഒപ്പം മിഥുൻ മുരളി. നമസ്തേ. പുത്തപ്പള്ളിയുടെ ഒരു പ്രത്യേക സെഗ്മെന്റിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രതിനിധികൾക്ക് സ്വാഗതം. അരുണെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വീണ്ടും തിരക്കിങ്ങനെ കൂടുകയാണ്. ഇന്നലെയും മെഞ്ഞാന്നൊക്കെ നമ്മൾ കണ്ടതാണ് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന്. എങ്ങനെയാണ് ഇതൊന്ന് കൃത്യമായി തന്നെ നിയന്ത്രിക്കാൻ ഒരു പദ്ധതി എന്തെങ്കിലും കയ്യിലുണ്ടോ ദേവസ്വം ബോർഡിന്? തിരക്ക് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സന്നിധാനത്ത് ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. അതിനെടുത്ത ഒരു നടപടിക്രമങ്ങൾ എന്നത് പമ്പയിൽ നിന്നും നിലയ്ക്കൽ നിന്നും കൃത്യമായി തന്നെ തീർത്ഥാടകരെ നിയന്ത്രിച്ചതിന് ശേഷം മാത്രമാണ് ശബരിമല സന്നിധാനത്തേക്ക് കടത്തിവിടുക. അതുതന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ചെയ്തിരിക്കുന്നത്. അതല്ലാതെ മറ്റൊരു കാര്യവും ഒരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇനി ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അത് നിലയ്ക്കലാകും. അതിന് യാതൊരു തരത്തിലുള്ള സംശയമില്ല. കാരണം 5000 സ്പോട്ട് ബുക്കിംഗ് എന്നുള്ള ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ക്രമീകരണത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഇന്നലെ മാത്രം 14,000-ലധികം ഭക്തരാണ് സ്പോട്ട് ബുക്കിംഗ് വഴി രജിസ്റ്റർ ചെയ്ത് സന്നിധാനത്തേക്ക് എത്തിയത്. പെട്ടെന്നുള്ള ഒരു തീരുമാനം വരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഈ സ്പോട്ട് ബുക്കിങ്ങിനായി എത്തുന്ന ഭക്തർക്ക് അവിടെ വിരിവെക്കുന്നതിനോ ഭക്ഷണത്തിനോ വെള്ളത്തിനോ ഒക്കെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തത് അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുതന്നെയാണ് ഇവിടെ വെല്ലുവിളിയായി ഉയർത്തുകയും ചെയ്തത്. എന്തായാലും NDRF സംഘം സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നു. നിലവിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും എങ്ങനെയാണ് ഇന്നത്തെ തിരക്ക്? നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നത്? പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. തിരക്ക് ആസിറ്റീസ് ഇപ്പോൾ ഇന്നലെ നൈറ്റ് ആണെങ്കിലും നല്ല രീതിയിൽ മൂവ്മെന്റ് ഉണ്ടായിരുന്നു പിൽഗ്രിംസിന്റെ. ഇപ്പോൾ രാവിലെയും ആ ഒരു മൂവ്മെന്റ് കാണുന്നുണ്ട്. നടപ്പന്തലാണെങ്കിലും അതേ രീതിയിൽ തിരക്കുണ്ട്. പിന്നെ അത് കൂടാതെ NDRFിന്റെ 2ാം ടീമും ഇന്നലെ നൈറ്റ് ഇവിടെ റീച്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം 60 പേര്, 2 ടീമിന്റെ സ്ട്രെങ്ത് ഇവിടെ NDRFിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എത്ര പേരടങ്ങുന്ന NDRF സംഘമാണ് സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത്? നമ്മൾ 40 പേര് സന്നിധാനത്തും 20 പേര് താഴെ പമ്പയിലും. ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഡ്യൂട്ടി ഡിപ്ലോയ്മെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ എണ്ണം കൂട്ടി ഇനിയിപ്പോൾ എക്സ്ട്രാ ഡ്യൂട്ടി എന്തെങ്കിലും വരികയാണെങ്കിൽ കൂടി നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്ന് എന്തായാലും വലിയ രീതിയിലുള്ള തിരക്ക്, മരക്കൂട്ടത്തടക്കം വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ പമ്പയിൽ നിന്ന് കയറി വരുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയൊരു വർധന ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഒരു വലിയ തിരക്കിലേക്ക് സന്നിധാനം പോകാനുള്ളൊരു സാധ്യത തന്നെയല്ലേ നിലവിലുള്ളത്? ഇല്ല, നിലവിലിപ്പോൾ നല്ല കോർഡിനേഷൻ മറ്റേ എല്ലാ ഏജൻസീസും, ഇപ്പോൾ ഈവൻ പോലീസ് ആണെങ്കിലും ഓരോ ഏജൻസിയും അവരുടെ വർക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്ത് പോകുന്നുണ്ട്. തിരക്ക് താഴെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ചിട്ട് ഇവിടെ നമ്മളിപ്പോൾ NDRFിൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ നമുക്ക് ക്രൗഡ് കൺട്രോളിനേക്കാൾ കൂടുതൽ നമുക്ക് മെഡിക്കൽ എമർജൻസി ഉണ്ടായാൽ അത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി ടാസ്ക് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് NDRFിന് വരുന്നത്. ഇപ്പോൾ താഴത്താണെങ്കിലും ഞാനിപ്പോൾ നടപ്പന്തലുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ 1-2 വിക്ടിംസ് വന്നപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് അവർ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, PHT ചെയ്തിട്ട് പ്രീ ഹോസ്പിറ്റലൈസേഷൻ ട്രീറ്റ്മെൻറ്റ്. സെയിം ഫോർമാലിറ്റി നമ്മൾ ഇവിടെയും ചെയ്യും. പിന്നെ അത് കൂടാതെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സും കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം വീണ്ടും ചോദിക്കാനുള്ളൊരു കാരണം, അത്ര ഒരു ഭയാനകമായൊരു സാഹചര്യമായിരുന്നു സന്നിധാനത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ ഒരു തിരക്ക് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ആശങ്ക. അതുതന്നെയാണ് നമ്മൾ ചോദിക്കുകയും ചെയ്തിരിക്കുന്നത്. റൈറ്റ്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കൺട്രോളബിൾ ആണ് ഇപ്പോൾ മാസിറ്റീസ്. ബാക്കി അതിനെക്കുറിച്ച് കൂടുതൽ കമൻറ്റ് ചെയ്യാൻ NDRFിന് നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മുടെ പ്രയോറിറ്റി അല്ല അത്. നമ്മുടെ ടാസ്ക് വരുന്നത് നമുക്ക് ടാസ്ക് ഡെസിഗ്നേറ്റ് ചെയ്തതനുസരിച്ചിട്ടുള്ള ടാസ്ക് നമ്മൾ എന്തായാലും ഫോളോ ചെയ്യും. എന്തായാലും നിലവിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്നാണ് അധികൃതർ പറയുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം, ഈ തിരക്ക് നിയന്ത്രിക്കുമ്പോഴും ഈ വരുന്ന ഭക്തർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അത് അവരുടെ അടിസ്ഥാന സൗകര്യം തന്നെയാണ്. കൃത്യമായി തന്നെ വെള്ളം എത്തിക്കാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞ മണ്ഡലകാലത്തൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ തുടക്കത്തിലുണ്ടായിരുന്നു. അത് പക്ഷേ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പരിഹരിച്ചു. പക്ഷേ ഇത്തവണ അത് പരിഹരിക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് വരുന്ന വഴികളിലൊക്കെ തന്നെ കൃത്യമായി വെള്ളം കൊടുക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ശൗചാലയം എന്നത് അതിപ്പോഴും വലിയ പ്രതിസന്ധി തീർത്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ വരുന്ന തീർത്ഥാടകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് തന്നെ ഈ ആദ്യ ദിവസങ്ങളിലെ മണ്ഡലകാലം തുടങ്ങുന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ മുന്നോട്ട് പോകുന്ന എന്തായാലും തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് പറയുമ്പോഴും ഈ ഭക്തർ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട് ഏകദേശം 10-11 മണിക്കൂറുകൾ വരി നിന്നാൽ മാത്രമേ ശബരീശ ദർശനം സാധ്യമാകൂ. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരക്കാണ് ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ അനുഭവിച്ചു
നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പുതിയ നിയന്ത്രണങ്ങൾ, പുതിയ നിർദ്ദേശങ്ങളൊക്കെ വന്നിരുന്നു. എന്തായാലും അതിൻ്റെ ഒരു എഫക്റ്റ് സന്നിധാനത്തേക്ക് എത്തണമെങ്കിൽ 1-2 ദിവസം കൂടി എത്തും. പ്രത്യേകിച്ച് 75,000, അതായത് 70,000 ഭക്തർ വെർച്വൽ ക്യൂ വഴിയും അതോടൊപ്പം തന്നെ 5,000 ഭക്തർ സ്പോട്ട് ബുക്കിംഗ് വഴിയും, അങ്ങനെയാണ് പുതിയ ഒരു നിശ്ചയിച്ച ക്രമം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഇന്ന് രാവിലെ മുതൽ തന്നെ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്നാണ് അധികൃതർ പറയുന്നത്. ശ്യാമ. യെസ്, അരുൺ ഒന്ന് തുടരണം. ശബരിമലയിൽ ഭക്തജന തിരക്ക് വലിയ രീതിയിൽ തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ ഈ ഇന്നലെ സ്പോട്ട് ബുക്കിങ്ങിന് എത്തിയത് ഏതാണ്ട് 14,000-ലധികം പേരാണ്. സ്പോട്ട് ബുക്കിംഗ് ഏതാണ്ട് 5,000 ആക്കുന്നതോടുകൂടി തീർത്ഥാടകർ ഒരുപാട് സമയം കാത്തു നിൽക്കേണ്ടി വരും എന്നൊരു സാഹചര്യം അവിടെ കൃത്യമായി തന്നെ അരുൺ കൊടുങ്ങൂർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മറ്റു ദിവസങ്ങളിൽ ബുക്ക് ചെയ്ത് നേരത്തെ എത്തിയവർ ഏതാണ്ട് 28,000-ആണ്. അപ്പം മറ്റു ദിവസങ്ങളിൽ ബുക്ക് ചെയ്തവരും കാത്തു നിൽക്കേണ്ടി വരും എന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പം ഇതെങ്ങനെ കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടി ഇല്ലേ അവിടെ അരുൺ? യെസ്, മിഥുനിലേക്ക് വളരെ പെട്ടെന്ന് പോകേണ്ടതുണ്ട്. മിഥുൻ തയ്യാറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിഥുൻ ഇപ്പോൾ വലിയ നടപ്പന്തലിലാണ് മിഥുൻ ഉള്ളത്. ഞങ്ങളുടെ പ്രതിനിധി മിഥുൻ. യെസ് മിഥുൻ, പറയൂ, അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? ശ്യാമ, തിരക്കുണ്ട്, നല്ല തിരക്കാണ്. ഭക്തജന പ്രവാഹം നട തുറന്ന് 4-ാം ദിവസവും തുടരുകയാണ്. നടപ്പന്തലിലും മരക്കൂട്ടത്തും ശരകുത്തിയിലും പമ്പ മുതൽ സന്നിധാനം വരെ മല കയറി വരുന്ന വിവിധ ഭാഗങ്ങളിൽ ഭക്തരെ തടഞ്ഞുകൊണ്ടാണ് ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നത്. ഇന്നലെയും ഈ രീതിയിൽ തന്നെയാണ് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോയത്. പ്രധാനമായും 3 കാര്യങ്ങളിലൂടെയാണ് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ പോലീസ് ശ്രമിക്കുന്നത്. ഒന്ന്, വിവിധയിടങ്ങളിൽ ഭക്തജനങ്ങളെ തടയുക, നിലയ്ക്കൽ മുതൽ തടയുക. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുമ്പോൾ മുന്നോട്ട് ഭക്തജനങ്ങളെ നീക്കുക. 2, 18-ാം പടി കയറുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കുക. നിലവിൽ 60 മുതൽ 70 ഭക്തജനങ്ങളെ വരെയാണ് മിനിറ്റിൽ 18-ാം പടി കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 80 മുതൽ 90 വരെ ആക്കുകയിൽ മാത്രമേ നടപ്പന്തൽ മുതലുള്ള ഭാഗങ്ങളിൽ തിരക്ക് നിയന്ത്രണ വിധേയമായി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. 3, ദർശനം പൂർത്തിയാക്കി സന്നിധാനത്തെ വിവിധ മേഖലകളിൽ തമ്പടിക്കുന്ന ഭക്തജനങ്ങളെ എത്രയും വേഗം പമ്പയിലേക്ക് മടക്കിയടയ്ക്കുക. ഇങ്ങനെ 3 രീതികളിലൂടെ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ ദിവസങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം, പമ്പയിലും നിലയ്ക്കലും ഭക്തജനങ്ങളെ തടയുമ്പോൾ ശബരിമല പാതകളിൽ ഭക്തജനങ്ങളുടെ തിരക്ക് കൂടും, വാഹനങ്ങളുടെ ബാഹുല്യം കൂടുന്നതിനൊക്കെയുള്ള ഇടയുണ്ടാകും. മാത്രമല്ല, സ്പോട്ട് ബുക്കിംഗ് ക്രമീകരിച്ചിരിക്കുന്നതിലെ കുറവ് മൂലം സ്പോട്ട് ബുക്കിങ്ങിന് 5,000-ലധികം കൂടുതൽ ഭക്തജനങ്ങൾ എത്തുമ്പോൾ പമ്പയിലും നിലയ്ക്കലും പന്തളത്തും എരുമേലിയിലും മറ്റ് ഇടത്താവളങ്ങളിലുമെല്ലാം ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നിൽക്കേണ്ടി വരുന്നു എന്നതിൽ മാത്രമല്ല, ഈ ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പന്തളം, നിലയ്ക്കൽ, എരുമേലി അടക്കമുള്ള പത്തനംതിട്ടയിലെ വിവിധ ഇടത്താവളങ്ങളിൽ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമായി നിലനിൽക്കുകയും ചെയ്തത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയ നടപ്പന്തലിന് മുന്നിലാണ്. വലിയ നടപ്പന്തലിലേക്ക് ഇറങ്ങുന്ന ക്യൂവിൽ നിന്നും വലിയ നടപ്പന്തലിലേക്ക് ഇറങ്ങുന്ന ഭക്തജനങ്ങളുടെ കാഴ്ചയാണ് കാണുന്നത്. ഇവർ ഇന്നലെ രാത്രിയോടുകൂടി മല കയറിയ ഭക്തജനങ്ങളാണ് ഇപ്പോഴേക്കാണ് വലിയ നടപ്പന്തലിലേക്ക് എത്തുന്നത്. ഇനി വലിയ നടപ്പന്തലിലും ഏകദേശം 4 മണിക്കൂർ വരെ ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശരംകുത്തിയിലും മരക്കൂട്ടത്തും സമാനമായി തന്നെ 3 മണിക്കൂർ വരെയൊക്കെ ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യവുമുണ്ട്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയൊക്കെ മല കയറിയ പമ്പയിൽ നിന്നും മല കയറി എത്തുന്ന ഭക്തജനങ്ങളും ഈ കൂട്ടത്തിൽ ഉണ്ട്. അങ്ങനെ വളരെ മണിക്കൂറുകൾ ഭക്തജനങ്ങൾക്ക് പമ്പയിൽ നിന്നും സന്നിധാനത്തെത്താൻ വേണ്ടി വരുന്നു. അതോടൊപ്പം മരക്കൂട്ടം, ശരകുത്തി, ശബരിപീഠം അടക്കമുള്ള വിവിധ മേഖലകളിൽ ഭക്തജനങ്ങളെ തടഞ്ഞു നിർത്തുന്നത് കൊണ്ടുകൂടി അവിടെ കാത്തു നിൽക്കേണ്ടി വരുന്നു. ഇനി അടിസ്ഥാനപരമായ പ്രശ്നം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആവർത്തിച്ച് ചർച്ച ചെയ്ത കുടിവെള്ളമടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം, അത് 4-ാം ദിവസം കൃത്യമായി ഭക്തജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയമായി നിലനിൽക്കുന്നു. കാരണം ഇവിടെ നടപ്പന്തലിനോട് ചേർന്ന ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം കുറച്ചുകൂടി കാര്യക്ഷമമാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു വരിയുടെ ഈ ആദ്യ ഭാഗത്ത് നിൽക്കുന്ന ഭക്തജനങ്ങളിലേക്ക് മാത്രമേ കുടിവെള്ളം എത്തുന്നുള്ളൂ. അതിന് വരിയുടെ നടുഭാഗങ്ങളിലും മറ്റു ഭാഗങ്ങളിലും എത്തുന്ന ഭക്തജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ കുടിവെള്ളം വിതരണം ചെയ്യുന്നവർ ഇവർക്ക് അരികിലേക്ക് എത്തണം. അങ്ങനെ കുടിവെള്ള വിതരണത്തിന് നിർത്തിയിരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ പരിമിതമാണ് നടപ്പന്തലിൽ. പക്ഷേ നടപ്പന്തലിന്റെ മുൻഭാഗത്ത് മരക്കൂട്ടത്തും ശരംകുത്തിയിലും ശബരിപീഠത്തിലുമെല്ലാം ഭക്തജനങ്ങളെ തടഞ്ഞു നിർത്തുമ്പോൾ സ്ഥിതി കഴിഞ്ഞ ദിവസം പോലെ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവിടെ കുടിവെള്ളം ലഭിക്കാനില്ല.
ഭക്ഷണം ലഭിക്കാനില്ല. ഭക്തജനങ്ങൾ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. മണിക്കൂറുകളോളം അവിടെ കാത്തു നിൽക്കേണ്ട സാഹചര്യം വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെ പോലെ തന്നെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഭക്തജനങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ്. പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ഈ നടപ്പന്തൽ മുതലുള്ള ഭാഗങ്ങളിൽ കുറച്ച് ആളുകളെ മാത്രം നിലനിർത്തിക്കൊണ്ട് കുടിവെള്ള വിതരണം ഇപ്പോൾ സജീവമാക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നിൽക്കുന്ന ആളുകളിലേക്ക് മാത്രമാണ് ഈ വെള്ളവുമായി വളരെ പരിമിതമായ ആളുകൾ എത്തുന്നത്. ഇതിൻ്റെ ഈ ക്യൂവിൻ്റെ നടുഭാഗത്തും ക്യൂവിനോട് കൂടുതൽ ഉള്ളിലുമായി നിൽക്കുന്ന ഭക്തജനങ്ങൾ അപ്പോഴും വെള്ളം കിട്ടാതെ വെള്ളം എവിടെ കിട്ടും എന്ന് അന്വേഷിച്ച് നിൽക്കേണ്ട, അല്ലെങ്കിൽ വെള്ളം കിട്ടാൻ വേണ്ടി കൂടുതൽ തിരക്കി ഇറങ്ങേണ്ട സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നടപ്പന്തലിൽ നിന്നുള്ള അടിസ്ഥാന സൗകര്യ അല്ലെ കുടിവെള്ള വിതരണത്തിൻ്റെയൊക്കെ കാഴ്ചകൾ. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരക്കൂട്ടം ഉൾപ്പെടെയുള്ള ശബരിപീഠം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കുടിവെള്ള വിതരണം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യമൊക്കെ ഒരു രീതിയിലും പുരോഗമിച്ചിട്ടില്ല. ശുചിമുറികൾ വൃത്തിയാക്കിയിട്ടില്ല. വൃത്തിഹീനമായ സാഹചര്യങ്ങൾ എല്ലായിടത്തും തുടരുന്നുണ്ട്. പ്രാഥമിക കൃത്യങ്ങൾ നടപ്പാക്കാൻ ഭക്തജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ലഘുഭക്ഷണം വിതരണം ചെയ്യുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 2 ദിവസം മുമ്പ് അറിയിച്ചിരുന്നു. ആ ലഘുഭക്ഷണ വിതരണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ബിസ്ക്കറ്റ് വിതരണമൊന്നും നടന്നിട്ടില്ല. ശബരിപീഠം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾക്ക് ക്യൂവിൽ നിന്നും പുറത്തിറങ്ങി പോയി ഭക്ഷണം കഴിക്കാനുള്ള സാധ്യതയുമില്ല. ക്യൂവിൽ നിന്നും പുറത്തു പോയി കഴിഞ്ഞാൽ തിരികെ ക്യൂവിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥർ ക്യൂവിൽ നിന്നും പുറത്തു പോകാൻ ഭക്തജനങ്ങളെ അനുവദിക്കുകയുമില്ല. അപ്പോൾ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. ലഘുഭക്ഷണം വിതരണം ചെയ്യുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരുന്നെങ്കിലും അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. ശുചിമുറികൾ വൃത്തിയാക്കാൻ വേണ്ടി കൂടുതൽ ജോലിക്കാരെ നിയോഗിക്കുമെന്ന് അറിയിച്ചിരുന്നു. അതിലും കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല. ശുചിമുറികളെല്ലാം വൃത്തിഹീനമായി തന്നെ കിടക്കുകയാണ്. വെള്ളത്തിന്റെ ലഭ്യതയും ശുചിമുറികളിൽ ഉണ്ടായിട്ടില്ല. ഭക്തജനങ്ങൾക്ക് സന്നിധാനത്ത് വിവിധ മേഖലകളിൽ ശുചിമുറികൾ എവിടെയാണ് ഉള്ളത് എന്ന് അന്വേഷിച്ച് ഓടി അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ട സാഹചര്യം കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന അതേ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഉള്ളത്. അടിസ്ഥാന സൗകര്യ അപര്യാപ്തത ഭക്തജനങ്ങളെ വലയ്ക്കുന്ന ദിവസം തന്നെയാണ് ഈ നട തുറന്ന് മണ്ഡലകാലം ആരംഭിച്ച ശേഷമുള്ള 4ാം ദിവസം. ഇത് ഇവിടെ മാത്രമുള്ള പ്രശ്നമല്ല. ഇനി താഴെ പമ്പ മുതൽ നിലയ്ക്കൽ, എരുമേലി, പന്തളം തുടങ്ങിയ ഇടത്താവളങ്ങളിലെല്ലാം വലിയ തിരക്ക് അടുത്ത ദിവസങ്ങളിൽ അനുഭവപ്പെടും. വരും മണിക്കൂറുകളിൽ അനുഭവപ്പെടും. സ്പോട്ട് ബുക്കിംഗ് 5000 ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് അതിൽ കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയ ആളുകൾക്കെല്ലാം വിവിധ ഇടത്താവളങ്ങളിൽ കൂടുതൽ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ശരണപാതയിൽ വാഹനങ്ങളുടെ ബാഹുല്യമടക്കം വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയും ഉണ്ടാകുമ്പോൾ അടിസ്ഥാന സൗകര്യ അപര്യാപ്തതയാണ് ഭക്തജനങ്ങളെ ഈ മണ്ഡലകാലത്ത് വലയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നിലനിൽക്കുന്നത്. അതിൽ ഒരു പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ മണിക്കൂറിലും നമുക്ക് ഗതപൂർവം പറയേണ്ടിയിരിക്കുന്നത്. ഇനി ഉള്ള ഈ ഭക്തജന ബാഹുല്യം, ഭക്തജന തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമായി പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരിചയസമ്പന്നരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ 18ാം പടിയിൽ നിയോഗിക്കുക എന്നുള്ളതാണ്. അതും കാര്യമായിട്ട് മുന്നോട്ട് നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. പരിചയസമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് കൊണ്ടാണ് 80-90 എന്നുള്ള ആ ഭക്തജന സംഖ്യയിലേക്ക് മിനിറ്റിൽ ഭക്തജനങ്ങളെ 18ാം പടി കയറ്റിവിടുന്ന ആ ഒരു സംഖ്യയിലേക്ക് ഇതുവരെ എത്താൻ സാധിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നത്. ശ്യാം, വിജയൻ മുരളിയാണ് വ്യക്തമായ വിശകലനം നൽകിയിരിക്കുന്നത്. എനിക്കൊന്ന് PCR അരുൺ കൊടുങ്ങൂരിനെ കൂടി ഒന്ന് ദയവായി വാളി തരണം. കാരണം എനിക്ക് അരുണിനോട് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാനുണ്ട്. അരുൺ, കേൾക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇന്നലെ BJP വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. സാധാരണ ചില മുന്നൊരുക്കങ്ങൾ നടത്താറുണ്ടായിരുന്നു. ദേവസ്വം മന്ത്രി വകുപ്പ് തന്നെ പ്രത്യേകമായ ഒരു അവലോകന യോഗം നടത്താറുണ്ട്. അതിനുശേഷം മറ്റുള്ളവരും സമാനമായ ചില അവലോകന യോഗങ്ങൾ നടത്താറുണ്ട്. പക്ഷെ അതൊന്നും തന്നെ നടന്നിട്ടില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സത്യം പറഞ്ഞാൽ എടുത്തിട്ട് കുടയാണ് ചെയ്തത്. നിങ്ങൾ എന്ത് പണിയാണ് അവിടെ കാണിക്കുന്നത് എന്ന് പറയാതെ പറയുകയാണ് ഹൈക്കോടതി. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ വന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ചില മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ തരത്തിലുള്ളൊരു ഗൗരവം ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കെങ്കിലും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും കൊടുക്കുന്നുണ്ട്. തീർച്ചയായും അതിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇന്നലെ ഹൈക്കോടതി അക്കമിട്ട് നിരത്തി കർശനമായുള്ള ഏറ്റവും രൂക്ഷമായുള്ള അതിരൂക്ഷമായുള്ള വിമർശനം ഉന്നയിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കൃത്യമായി തന്നെ പറഞ്ഞത്. മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ ഉണ്ടായ വീഴ്ച എന്തൊക്കെയോ വന്ന് ഈ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് അടിസ്ഥാന സൗകര്യം ഒരുക്കി എന്നുള്ള ഈ പ്രഖ്യാപനങ്ങൾക്കപ്പുറത്തേക്ക് എന്തു സൗകര്യമാണ് ശബരിമല സന്നിധാനത്ത് ഒരുക്കിയെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം തന്നെ അങ്ങ് എരുമേലി മുതൽ പമ്പ, നിലയ്ക്കൽ എല്ലാ ഇടങ്ങളിലെയും ഈ പ്രശ്നങ്ങൾ അത് നമ്മൾ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ അതൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയായി പ്രശ്നമായി അത് നിലനിൽക്കുന്ന ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നതാണ്. അതുതന്നെയാണ് ഇന്നലെ ഏറ്റവും വലിയ വിമർശനമായി ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നത്. ഭക്തർ പക്ഷേ ഇപ്പോഴും ഹൈക്കോടതി ഇടപെട്ടു എന്ന് പറയുമ്പോഴും ഈ ആദ്യ ദിവസങ്ങളിൽ വന്ന ഭക്തർക്കോട് എന്ത് മറുപടിയാണ് അധികൃതർക്ക് പറയാനുള്ളത്? അതുതന്നെയാണ് വന്ന് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇത്ര
വലിയ ഗുരുതരമായുള്ള പ്രശ്നങ്ങളിലേക്ക് സന്നിധാനത്തെ തള്ളിവിട്ടു. ഭക്തരുടെ മനസ്സിലേക്ക് ഭയമുണ്ടാക്കുന്ന കാഴ്ചകൾ സന്നിധാനത്തിൽ നിന്നും വരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപാട് ഭക്തന്മാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അവരെ ദ്രോഹിക്കുന്ന നടപടികളാണ് സന്നിധാനത്തു നിന്നും ഉണ്ടായത്. അതിനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ ഹൈക്കോടതിയോട് ഒരു ഇടപെടൽ തന്നെ അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടതുണ്ട്. ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ തന്നെ നിലവിലെ പ്രശ്നങ്ങൾ എങ്ങനെയോ പരിഹരിക്കേണ്ട രീതിയിലേക്ക് മുന്നോട്ട് പോകണം. ഇനിയും പ്രായോഗിക തലത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നുള്ള കാര്യത്തിലേക്ക് എത്തിയില്ല എങ്കിൽ ഓരോ മണ്ഡലകാലത്തിനു മുമ്പും ഇത്തരത്തിലുള്ള പ്രഹസനം പോലെ അവലോകന യോഗങ്ങൾ, അതോടൊപ്പം തന്നെ പ്രഹസനം പോലെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അത് വരുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ എത്തുന്ന ഭക്തർക്ക് അത് വലിയ ഗുരുതരമായുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. ഭഗവാന്റെ മണ്ണിലേക്ക് ഇനി വരില്ല എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് ഏറെ വിഷമിച്ച് അവർക്ക് പറയേണ്ടി വരും. അത്ര ദയനീയമായുള്ള കാഴ്ചയായിരുന്നു. സുരക്ഷാ പ്രശ്നങ്ങളടക്കം ഈ സന്നിധാനത്തേക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങളായിരുന്നു ഈ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ വന്ന ഗുരുതരമായ വീഴ്ച ഉണ്ടാക്കിയത്. എന്തായാലും നിലവിൽ തിരക്കുണ്ട്, തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പക്ഷേ ഭക്തർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് യാതൊരു തരത്തിലുള്ള കുറവും നിലവിലില്ല. എന്തായാലും ഹൈക്കോടതിയുടെ ഇടപെടലിലാണ് ഇനി എല്ലാവർക്കും പ്രതീക്ഷയുള്ളത്. എന്തായാലും കൃത്യമായി തന്നെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്താത്തത് മൂലമുണ്ടായ വീഴ്ചകൾ അത് എത്രയും വേഗം പരിഹരിക്കണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശ്യാമ, യെസ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കാര്യം കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചു. ഹൈക്കോടതിയെങ്കിലും ഇവരൊന്ന് ബഹുമാനിക്കട്ടെ. ഭക്തരോട് സ്വാഭാവികമായിട്ട് ഇവർക്ക് എന്താണ് നിലപാടെന്ന് നമ്മൾ കണ്ടതാണ്, കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു മനോഭാവം എന്നൊരു സാധനമുണ്ട്. അത് പ്രേക്ഷകർക്ക് ഒരുപാട് തവണ ജനം ടി വി സ്ക്രീനിലൂടെ കണ്ടതുമാണ്. കാരണം ഈ തീർത്ഥം കയ്യിൽ വാങ്ങുമ്പോൾ, നമ്മളൊക്കെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ തീർത്ഥം കയ്യിൽ വാങ്ങുമ്പോൾ എത്ര ബഹുമാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, ആത്മനിർവൃതിയോടു കൂടിയാണ് അത് കയ്യിലേക്ക് ഏറ്റുവാങ്ങുന്നത്. എന്നാൽ ചിലർ ശബരിമലയിൽ എത്തിയാൽ ശ്രീകോവിലിന് മുമ്പിൽ ഇങ്ങനെ ബ്ലോക്കായിട്ട് നിൽക്കുകയും ചെയ്യും. വേറൊരു ഭക്തനെ അങ്ങോട്ട് കാണിക്കുകയില്ല. എന്നിട്ട് ഈ തീർത്ഥം ഇങ്ങനെ വാങ്ങിയിട്ട് അതൊരു സാനിറ്റൈസർ പോലെ കഴുകിക്കളയും. ഇതൊരു മനോഭാവത്തിൻ്റെ ലക്ഷണമാണ്. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി, ഭാരതത്തിൻ്റെ സർവ്വസൈന്യാധിപ അവിടെ എത്തി ശ്രീകോവിലിന് മുമ്പിൽ മനമുരുകി പ്രാർത്ഥിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് ഇങ്ങനെ വന്ന് നിന്നാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ഇതൊക്കെ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. ആ മനോഭാവമുള്ളവർ ഇതിൻ്റെയൊക്കെ ചുമതല വഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭക്തർക്കും അല്ലെങ്കിൽ ദേവനും ഒരു കാര്യങ്ങളും അനുചിതമായി നടക്കില്ല. പകരം ദേവൻ്റെ മുതലുകളൊക്കെ അങ്ങ് കൊണ്ടുപോകുന്ന പശ്ചാത്തലമുണ്ടാകും. എന്തായാലും ആ വാർത്തകളിലേക്ക് കൂടി വളരെ പ്രധാനമായി തന്നെ നമുക്ക് പോകേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേള, പെട്ടെന്ന് തിരിച്ചെത്താം.